മുത്തശ്ശി പായസം ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ? അതെ, ഞായറാഴ്ച കൊണ്ട് ഒരു സൗകര്യമായി ചിലവർക്കൊക്കെ. എന്നാലും ഓരോ തിരക്കുള്ളവരുണ്ട്, അത്യാവശ്യം ആൾക്കാരെ ഉള്ളൂ. അതെ, എന്നാലും സ്കൂളില്ല, അതെ, ചില ഓഫീസുകളൊന്നും ഇല്ല. അതെ. അധികം കുട്ടൂന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളും ദേവുട്ടീനെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പായസം സേമിയ മതി എന്ന് പറഞ്ഞ അഭിപ്രായം. പിന്നെ ഉള്ളതൊക്കെ ഞങ്ങളാണ് ഫ്രൈഡ് റൈസ്. അതൊന്നും മുത്തശ്ശിക്ക് ഇഷ്ടമില്ല, അറിയില്ല, ഇഷ്ടമല്ല. അതെ. അപ്പൊ പായസം ഞാൻ വെച്ചുകൊടുക്ക പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. മുത്തശ്ശി സ്പെഷ്യൽ ആയിട്ടുള്ള സേമിയ പായസം. ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല അല്ലേ? നെയ്യ് ഒഴിക്കാൻ ഗ്യാസ് ഒന്നും കത്തിക്കണ്ട. മുത്തശ്ശി ഇന്ന് എത്ര ഇഡലി കഴിച്ചു? 3 കഴിക്കാറുള്ളൂ. ഇന്നലെ രാത്രി 2 കഷ്ണം മാത്രമേ കഴിച്ചു. എന്നാ തന്നെ വിശക്കണത് അല്ലേ? ഇത് നല്ല ബ്രൗൺ ആവണ വരെ വറക്കുക അല്ലേ? ചിലര് സാധനം നല്ല ഉണ്ടാവാൻ വേണ്ടിട്ട് അല്ലാതെ വറക്കില്ല. അപ്പൊ ആ ടേസ്റ്റ് കിട്ടുമോ? വ്യത്യാസം വരും. മത്സരത്തിൽ സേമിയ പായസം സെക്കൻഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലേ? അതെ, മാതൃഭൂമിക്കാരും വ്യാപാരക്കാരും ഒരു മത്സരം നടത്തിയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള 3000 അവര് സാധനങ്ങൾ വ്യാപാരക്കാര് സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. ആയില്ലേ മുത്തശ്ശി? ഈ പാലൊഴിക്കാം അല്ലേ? അങ്ങനെ പാലൊക്കെ നമ്മളെല്ലാം ഒഴിച്ചു. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറുകി വരണം അല്ലേ? കുറുകി വരുമ്പോഴേക്കേ കുറച്ച് വെള്ളം വേണ്ടേ? അതെ. ഇത് നന്നായിട്ട് കുറുകി വരണം അല്ലേ? അപ്പൊ നമ്മള് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു. അപ്പൊ നമ്മളുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അല്ലേ മുത്തശ്ശി? പാകം വന്നു. അതെ അല്ലേ? പഞ്ചസാര ഇട്ട് കൊടുക്കണേ. എന്ത് കഴിഞ്ഞിട്ട് പഞ്ചസാര അല്ലെങ്കിൽ പിന്നെ വേവില്ലേ. ശരിയാ. ഇവിടെ ഒരാൾ എത്തിയെന്നു. ആമുച്ചിട്ടന്റെ പൈസ. അപ്പൊ എന്താണ് ഇപ്പത്തെ അവസ്ഥ? അപ്പൊ അത് ഒരു ഇതൊക്കെ കഴിഞ്ഞ് ഇരുന്നൊന്ന് കുറുകെ. അപ്പൊ പിന്നെ അഥവാ വല്ലാതെതായി അപ്പൊ ഇരുന്ന് നോക്കിയിട്ട് പിന്നെ ചെയ്യാ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇരുന്നാല് കുറുകൂല്ലേ? പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറക്കണം. അപ്പൊ നമുക്ക് പൊടിച്ചിടണം. ഏലക്കായ പൊടിച്ചിടണം. അപ്പൊ എന്നാലും ഞാൻ അപ്പോഴത്തേക്കും വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഇന്ന് കുട്ടുവിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് എന്താ ചിരി. ബർത്ത്ഡേ ആയിട്ടേ നമ്മള് ഉച്ചക്ക് ബർത്ത്ഡേ ആയിട്ട് പിറന്നാള് ദിവസമാണ് കേട്ടോ. ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, പിറന്നാള് ദിവസമാണ്. അപ്പൊ മുത്തശ്ശിയുടെ വക സ്പെഷ്യൽ പായസം, പിന്നെ ഫ്രൈഡ് റൈസും ചില്ലി ഗോബിയും പിന്നെ ഇത്തിരി ഫ്രൈ ചെയ്തതും അങ്ങനെയൊക്കെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് ആണ് ഇന്ന് ഉച്ചക്കത്തെ ലഞ്ചായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഞായറാഴ്ച കൊണ്ട് ചിലർക്കൊക്കെ ചിലർക്ക് പരീക്ഷയുള്ളവരുണ്ട് കേട്ടോ. പരീക്ഷയല്ലേ, പരീക്ഷയ്ക്ക് പഠിക്കാൻ നാളെ ഇവിടെ ഇരിക്കുന്നതാ. താണ്ടി വരും. അതെ, കുഞ്ഞാവാ. അപ്പൊ നമ്മള് പണിപ്പുരയിലാണ് ഇപ്പൊ. ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം നമ്മള് കുക്ക് ചെയ്യുന്ന ടൈം തൊട്ട് നമ്മൾ എന്തായാലും കാണിക്കാം. അപ്പൊ എന്നാലും കുറച്ചു നേരം ബ്രേക്ക് എടുക്കാം. അതൊക്കെ ഒന്ന് അരിക്കട്ടെ കേട്ടോ. അതെ അതെ.
അങ്ങനെ നമ്മള് കേക്ക് വാങ്ങിക്കാൻ പോവാണ്. അതെ, ബ്ലോക്ക് ഉണ്ടോന്നൊന്നും അറിയില്ല, പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം. അപ്പൊ കേക്ക് വാങ്ങിക്കുമ്പോ അവിടെ നിന്നുള്ള വീഡിയോ കൂടെ കാണിച്ചു തരാം. ചോക്കോ ബട്ടർ സ്കോച്ച്. അതെ, അപ്പൊ കേക്ക് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഷോപ്പിൽ പോയിട്ട് ജസ്റ്റ് അത് വാങ്ങിച്ചിട്ട് പിന്നെ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാന്ന് വിചാരിച്ചേ. അവിടെ തന്നെ കട്ട് ചെയ്യണതും അവര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ അതിനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്, ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ നമ്മളിപ്പോ എല്ലാവരും ഉള്ളതുകൊണ്ട് ഇവിടുന്ന് ചെയ്യാണ്. ഇതെല്ലാം കൂടെ വാങ്ങാൻ ഇഷ്ടമായിന്ന് പറയാം കേക്ക്. അങ്ങനെ കേക്കിൻ്റെ ഷോപ്പിലൊക്കെ എത്തി നമ്മൾ ഏത് കേക്ക് വാങ്ങിക്കും എന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോയി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചോക്കോ ബട്ടർ സ്കോച്ച് വാങ്ങിക്കണം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. പിന്നെ ഇവിടെ പറഞ്ഞാൽ തന്നെ എഗ്ലെസ് കേക്കും ഇവർ നേരത്തെ കൂട്ടി തന്നെ പ്രിപ്പയർ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ 2 കേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ചാഞ്ചാട്ടം, മനസ്സിനൊരു ചാഞ്ചാട്ടം, വേറെ ഏതെങ്കിലും കേക്ക് വാങ്ങിക്കണോ എന്നുള്ളത്. ഒരു ടൂട്ടി ഫ്രൂട്ടിയോ അല്ല, സോറി, നട്ടി ബോട്ടിയോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞൊരു കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു ബൂസ്റ്റിൻ്റെ ടേസ്റ്റാന്ന് കേട്ടോ പറഞ്ഞത്. അപ്പം ഞാനും കുട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിച്ചിട്ട് കേക്കിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. കുട്ടു എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ളതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ വാങ്ങിച്ചു തരാം, കുട്ടു എനിക്ക് തിരിച്ച് വാങ്ങിച്ചു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. 1/2 kg വേറെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ അല്ലാണ്ട് നമ്മളുടെ ഡോണറ്റ്സ് ഉണ്ട്, പിന്നെ പാസ്ട്രി ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു എന്താ പറയുക, ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു റെഡ് കളറിലുള്ള നല്ല ഭംഗിയുള്ള ഒരു കേക്കാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നും കേട്ടോ. നമുക്ക് ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഭയങ്കര കേക്കിനോടുള്ളൊരു ഇഷ്ടമൊക്കെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കേക്കാണോ ഇഷ്ടം, ഐസ്ക്രീമാണോ ഇഷ്ടം, അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ കേക്ക് എന്തായാലും വെയിറ്റ് ചെയ്യണം, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ പേരും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുഞ്ഞാവേനെയും മാളൂനെയൊക്കെ കൊണ്ട് പുറത്ത് പോകുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വികൃതി കാണിക്കുക, അങ്ങനെ വാശി പിടിക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ അത് വാശി പിടിക്കാതിരിക്കാൻ, എന്ന് വെച്ച് കഴിഞ്ഞാൽ വാശി പിടിച്ചിട്ടില്ലല്ലോ, അതിന് വേണ്ടി ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കപ്പ് കേക്കും ഒരു കപ്പ് ഐസ്ക്രീമും ഞാൻ കുട്ടീനോട് ചോദിച്ചാൽ കുട്ടീന് വേണമെന്ന്. അപ്പോൾ കുട്ടീന് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഒരു ഫ്രൂട്ട് ബാറും ആണ് കേട്ടോ, പൈനാപ്പിൾ ഫ്രൂട്ട് ബാറാണ്. പക്ഷെ ഭയങ്കര പുളി, നല്ല പുളി എന്ന് പറഞ്ഞാൽ നല്ല പുളി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയതായിട്ട് ഇഷ്ടമായില്ല കേട്ടോ. ഇഷ്ടമായില്ല എന്ന് തന്നെ പറയാം. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇത് വലിയ സുഖമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ കേക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇത് കൂടെ അങ്ങനെ തിരിഞ്ഞ് കളിക്കുകയായിരുന്നു അല്ലേ. കേക്ക് വന്നു, നമ്മൾ നോർമലി ബില്ല് പേ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണോ എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ വേണ്ടാന്ന് തീരുമാനിച്ചു. ഈ സമയത്ത് കുഞ്ഞാവ് അവിടെ നിന്ന് കേക്കുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാവയ്ക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ വാശി പിടിക്കൊന്നുമില്ല, ഇന്നത് വേണം അത് വേണം ഇത് വേണം കരയുക അങ്ങനത്തെ സംഭവമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് സുഖമാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞാവ് കുട്ടൂനിട്ടിട്ട് നന്നായിട്ട് കളിയാക്കണം, എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം കേക്ക് വാങ്ങിച്ചു, ഞാൻ അങ്ങനെ കുട്ടുവിൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നെ കുഞ്ഞാവയുടെ ഐസ്ക്രീം തീർന്നു സത്യം പറഞ്ഞാൽ. പിന്നെ മാളുവിൻ്റെ ഐസ്ക്രീം കാണുമ്പോൾ ഇനി എന്തായാലും പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാളുവിനോട് പറഞ്ഞു, മാളു ലാസ്റ്റ് 1 സ്പൂണെങ്കിലും ഐസ്ക്രീം വെക്കണം കേട്ടോ, 1 സ്പൂൺ വെച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരഞ്ഞു കഴിഞ്ഞാൽ ഇനി വാങ്ങിക്കാൻ വയ്യായിട്ടാണ് കേട്ടോ. കാരണം ഒരു ഐസ്ക്രീമൊക്കെ ഒരു ദിവസം കഴിക്കാൻ പറ്റുമോ, ഡെയിലി ഒന്നും കഴിക്കാറൊന്നുമില്ല കേട്ടോ. എപ്പോഴേലും ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ അത്രയും ചൂടൊക്കെ ഉള്ള സമയങ്ങളിൽ വെക്കുന്നേ ഉള്ളൂ. ഞാൻ കുട്ടനോട് ചോദിക്കാം, കുട്ടു ഈ കേക്ക് വെച്ചതിൻ്റെ മുകളിൽ ഞാൻ അങ്ങോട്ട് ചാടിയിരുന്നാലോ എന്നൊക്കെ കേട്ടോ. വെറുതെ തമാശയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം കേക്കൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് വന്നത്. വന്നപ്പോഴേക്കും പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടു നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ കറിയും എല്ലാം അമ്മ തന്നെ ഉണ്ടാക്കണം കേട്ടോ എന്നുള്ളത്. ഞാനെല്ലാം അരിഞ്ഞ് തരുന്നത് സെറ്റാക്കി വെക്കുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ റൈസ് നമ്മൾ കുറേ നേരം വെള്ളത്തിൽ കുതിരാനിട്ടത് നമ്മൾ എന്ത് ചെയ്തു, ആ സമയം ആകുമ്പോഴേക്കും നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനിയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോണത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ കുട്ടു, ഹാപ്പി ബർത്ത്ഡേ ടു യു. നന്നായിട്ട് മുറിച്ചോളൂ, ചെറിയ കഷ്ണാക്കിയിട്ടാ കുട്ടു മുറിക്കണം കേട്ടോ.
കൊടുത്തോളൂ അമ്മയ്ക്ക് കൊടുത്തോളൂ. മുത്തശ്ശി പിന്നെ പഴയ കുട്ടിയായതുകൊണ്ട് വായയെ കൊടുക്കണമെന്നും ഇഷ്ടമില്ല കേട്ടോ. ഞാൻ ആദ്യമേ അമ്മയ്ക്ക് കൊടുത്തോളൂ എന്ന് പറയാൻ കാരണം മുത്തശ്ശി ഒന്നാമത് കേക്കൊന്നും കഴിക്കുകയില്ല. വീട്ടിലുണ്ടാക്കി പ്ലം കേക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. മുട്ടയൊന്നും ചേർക്കാത്ത നോർമൽ നമ്മൾ എഗ്ലെസ് ആയിട്ടുള്ള പ്ലം കേക്കൊക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷെ അല്ലാണ്ട് മുത്തശ്ശി കേക്കൊന്നും കഴിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇതാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം അമ്മയ്ക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും നമ്മളിവിടെ എഗ്ലെസ് ആയിട്ടുള്ള കേക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജ്യൂസ് അടിക്കാൻ പോവാണ്. ഫ്രഷ് ജ്യൂസ് പുറത്തേക്ക് നിറക്കി തോന്നുന്നുണ്ട്, ഉറപ്പാണ്. അത്രയും നിറച്ചിട്ടുണ്ടോ? അതെ, ഓണാക്കാതെ ഇട്ടിട്ടുണ്ടേ. യെസ്, വലിയ ഉള്ളി ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് തന്നെയാണ്ട് തട്ടില്ല. അങ്ങോട്ട് കൂടെ അതാ ഞാൻ പറഞ്ഞത്. ഇതൊന്നും കേട്ടോ. അയ്യമ്മ ഡറായോ കോളിഫ്ലവർ? കുറച്ചുകൂടെ വെളിച്ചെണ്ണ വയ്ക്കാറുന്നില്ലേ? ഉച്ചയ്ക്ക് 1:30 കേട്ടോ സമയം. ഇപ്പോഴാണ് നമ്മൾ കുക്ക് ചെയ്യണത്. കാരണം ഭയങ്കര തിരക്കായിരുന്നു രാവിലെ തൊട്ട് തന്നെ. അപ്പോൾ കുഞ്ഞാവ് അത് ആദ്യ സ്ഥാനമായിട്ട് സൂപ്പർവൈസറായിട്ട് അത് അച്ചോളടുത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ഉരുളി ഇതിന് തൊട്ടടുത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ കൂടെ കശപിശയാകുമോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ നമ്മൾ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഇത് വെച്ച് ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ട്രൈ ചെയ്യാൻ പോവാ കേട്ടോ. അല്ല സോറി, ഞാൻ ആദ്യം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. ഫ്രൈഡ് റൈസ് ആദ്യം. അതെ, അപ്പോൾ അതൊക്കെ അമ്മ ഇത് ഉണ്ടാക്കി കഴിയണല്ലോ. അതൊക്കെ ഇങ്ങനെ ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കഴിക്കുക നമ്മൾ. മുളകൊക്കെ ഇല്ലേ നോക്കാം. അത് നോക്കണം. അമ്മ ഇപ്പൊ കറക്റ്റ് ടൈമിങ്ങാ ചോദിച്ചു. തൊപ്പില്ലാന്നേളൂ. അവിടെ ഉണ്ടല്ലോ. നമ്മളെ ഫ്രൈഡ് റൈസിന്റെ മെയിൻ ഹൈലൈറ്റ് ഇല്ലാമോ? വൈലറ്റ് കേബേജ് ആണ് ഹൈലൈറ്റ്. ശരിയാണ്.
പിങ്ക് പാമ്പർ ഉണ്ടോ ബ്യൂട്ടി മറ്റേ പിങ്ക് കളറിലൊക്കെ അതാ ഉപ്പാണ് ഗൂഗിളിൽ പിങ്ക് പാമ്പർ അടിച്ചത്. ഇത് ഇളക്കാൻ നല്ല പണിയാകുമ്പോ തോണി തുഴയുന്ന പങ്കായം പോലെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ നമ്മൾ ബാക്കി വന്ന റൈസും കൂടെ നമ്മൾ അതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മുത്തശ്ശിയാണ് ഇളക്കണ ആള്. അത് കുറച്ചുകൂടെ ടൊമാറ്റോ സോസ് എടുക്കോ ഇതിലേക്കാണ് തോന്നുന്നത്. ആ ഉപ്പ് അല്ല അത് വേറെ. ഇത് പിങ്ക് പാന്തറിന്റെ പാട്ടല്ലേ? പിങ്ക് പാന്തറിന് അറിയില്ലേ? നന്നായി. അങ്ങനെ ഗോബി മഞ്ചൂരിയൻ ഡ്രൈ ഉണ്ടാക്കാനുള്ള പുറപ്പാടാട്ടോ കഴിയാറായി ഏകദേശം. പിന്നെ ഞാനിങ്ങനെ എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, അമ്മേനോട് സംസാരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് നമ്മൾ സ്പ്രിംഗ് ഒണിയനും അതുപോലെ തന്നെ വെളുത്ത എള്ളില്ലേ അതും കൂടെ ഇടും കേട്ടോ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ വെളുത്ത എള്ളിത്തിരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ സമയത്ത്. ഇനി ലാസ്റ്റ് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി എള്ളും കൂടെ ഇട്ടു. ഇനി നമുക്ക് അടച്ചു വെക്കാം. അങ്ങനെ സാലഡ് ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. സവോളയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ കട്ട തൈരും കൂടെ ഇട്ടിട്ട് നമ്മൾ നോർമലി ഉണ്ടാക്കണ പോലെ പല രീതിയിലും ഉണ്ടാക്കാം അല്ലേ. വിനീഗർ ഒഴിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് ചിലവർ. ഇത് നമ്മൾ ടൊമാറ്റോ ഒന്നും ആഡ് ചെയ്യണില്ല. സാധാരണ വലിയ ഉള്ളി അതുപോലെ തന്നെ പച്ചമുളകും കൂടെ കൂടിയിട്ട് നമ്മൾ ആദ്യം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തിരുമും. അതിന് ശേഷം എന്താ പറയുക കട്ട തൈര് ഇങ്ങനെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ. നിങ്ങൾക്ക് ഇതേപോലെ ഫ്രൈഡ് റൈസിന് സാലഡ് കൂട്ടിയിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ബിരിയാണി അല്ല കേട്ടോ ചോദിച്ചാൽ ഫ്രൈഡ് റൈസിന്. ഇതാ കറക്റ്റ് വാകുമ്പോഴേ ഗ്യാപ്പ്. ഇതാ ഗ്യാപ്പല്ലേ മറ്റേ വലുതാണ് കൊള്ളില്ല. നടുക്ക് മുറിച്ചാലും മതി. ഉണ്ടാക്കുമ്പോ തൊട്ടൊന്നുമല്ലേ. അപ്പൊ നമ്മള് ഉച്ചക്കത്തെ സദ്യയല്ല, റൈസും സാലഡും ഡ്രൈ ഗോബി മഞ്ചൂരിയൻ പിന്നെതാ കഴിക്കട്ടെ കേട്ടോ. അമ്മ നാച്ചോ കാണിക്കുമ്പോഴും എടുക്കട്ടോ. അപ്പൊ കുട്ടൂന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്
അതെ. ഇനി തുറന്ന് നോക്കൂ, എന്നിട്ട് വേണം സെക്കൻഡ് വൺ ഓപ്പൺ ചെയ്യാൻ. ഇവിടെ അങ്ങനെ ചാരി കേട്ടോ. ഗ്ലാസ് ഹാർട്ടാണ്. ഞാൻ കട്ട് ചെയ്ത് തരാം. കുറച്ചും കൂടെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അമ്മു. നിക്ക് നിക്ക്. ഇതൊന്നും കാണാനല്ലോ. എനിക്കാണുണ്ട്, ക്യാമറമാനുണ്ട്. മുത്തശ്ശിങ്ങനെ താഴത്തേക്ക് കളിക്കട്ടോ. ആ ഒരു സെക്കൻഡ്. ഒന്ന് ഉദ്ദേശിച്ച സംഭവം തന്നെയാണ്. നല്ല ഫ്രെയിമാക്കി അടിപൊളി കേട്ടോ. അതെ, ഇഷ്ടായോ? ഇഷ്ടായി. ഇഷ്ടായോ മുത്തശ്ശി? നല്ല ഭംഗിയുണ്ട്. കാണാനില്ലേ? കണ്ടോളൂ. അപ്പൊ ഞാൻ പറഞ്ഞ തന്നെ കണ്ടുപോട്ടല്ലേ. ഇത് ചെറിയ ഇത് കട്ട് ചെയ്യാം. ഞാൻ കണ്ടിട്ടില്ല. അമ്മേ ഇത് ഇതായിരിക്കാം. കഴിഞ്ഞ തവണയും ഞാൻ അമ്മയ്ക്ക് ഗ്ലാസ് ആർട്ട് രൂപത്തിലുള്ള ഒരു ഫോട്ടോ ഫ്രെയിം ആയിട്ട് കൊടുത്ത് ഞാൻ അമ്മ അച്ഛൻ എന്നുള്ള രീതിയിൽ കുഞ്ഞിതാകുമ്പോൾ, പക്ഷെ അതിൽ കുട്ടു ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ കുട്ടു ആ സമയത്ത് ജനിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുട്ടുവിനെ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആലോചിച്ചു, കുട്ടുവിൻ്റെ ബർത്ത്ഡേ വരുന്ന സമയത്ത് ആ ബർത്ത്ഡേക്ക് എന്നാൽ ഞാനും കുട്ടുള്ളൊരു ഫോട്ടോ ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാലോ ഗ്ലാസ് ആർട്ടിൻ്റെ, അപ്പോൾ കുറച്ചും കൂടി സർപ്രൈസ് ആവുമല്ലോ. പിന്നെ അതുപോലെ ഹോളിൽ അതാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, ഞാനും അമ്മയും അച്ഛനും ഉള്ളത്. കുട്ടുവിൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം കുട്ടുവിൻ്റെ ഫ്രെയിം അടിച്ചതിന് ശേഷം വെക്കാൻ ഓർത്തിട്ട് ഇരിക്കുക. അപ്പോൾ എന്തായാലും കുട്ടുവിന് ഇത്തവണ വെക്കാൻ പറ്റിയല്ലോ, അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ കുട്ടുവിനത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് രണ്ട് എൻ്റെ വകയുള്ള ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഒന്ന് നോർമൽ ഫോട്ടോ ഫ്രെയിം പോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളതാണ്, മറ്റേത് ഗ്ലാസ് ആർട്ടാണ് കേട്ടോ. ഈ 2 ഫോട്ടോ ഫ്രെയിമും 2 പേജിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവരോട് ഞാനിങ്ങനെ പറഞ്ഞ് ചെയ്യിച്ചതായതുകൊണ്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ തന്നെയാവും കേട്ടോ അവർ കസ്റ്റമൈസ് ചെയ്ത് തരിക. ഞാനിതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇതേപോലെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ബൈ.